ഇപ്പോൾ ബി.ജെ.പി. നേതാവ് വിപിൻ കുടിയെടുത്ത് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിപിൻ, അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു സംഭവമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ CPM-ന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് പ്രതികരണം? CPM കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിലെ ഈ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാനുള്ള വലിയ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരുടെ അണികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ കാലമായി അവർ സനാതന ധർമ്മത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അവരുടെ അണികൾക്ക് കൊടുക്കുന്ന പാർട്ടി ക്ലാസുകളിലെ പ്രതിഫലനമാണ് ഇന്ന് ഇതേപോലത്തെ സംഭവങ്ങൾക്ക് കാരണമായിട്ട് ഭവിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു വശത്ത് കൂടെ അവർ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഹിന്ദു സമൂഹത്തെയും ഹിന്ദു മതത്തെയും തകർക്കാനുള്ള ശ്രമം മറുവശത്ത് കൂടെ അവർ ചെയ്യുകയാണ്. ആഗോള അയ്യപ്പ സംഘം നടത്തുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവിടെ ഗണപതി ഭഗവാന്റെ വിഗ്രഹം തച്ചുടയ്ക്കുന്നത് എന്നുള്ള ഒരു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി നാം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ CPM എന്താണ് ഉദ്ദേശിക്കുന്നത്? CPM ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സനാതന ധർമ്മത്തെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. CPM നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അവരുടെ പാർട്ടി സെക്രട്ടറി തന്നെ MV ഗോവിന്ദൻ മാഷ് തന്നെ എത്ര മോശമായിട്ടാണ് സനാതന ധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ളത്. ശ്രീമതി ടീച്ചർ എത്ര മോശമായിട്ടാണ് പ്രസംഗിച്ചിട്ടുള്ളത്. M സ്വരാജ് എത്ര മോശമായിട്ടാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം ആളുകളുടെ മോശമായിട്ടുള്ള അവരുടെ പ്രസംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഈ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണത്തിന് മുന്നിട്ടിറങ്ങി വരുന്നത്. അതുകൊണ്ട് അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ സാമുദായിക അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അവര് ഒരു കൂട്ടം DYFIക്കാർ ഗണപതിയുടെ വിഗ്രഹവുമായിട്ട് നിമജ്ജന ഘോഷയാത്ര നടത്തി. എന്തൊരു പ്രഹസനമാണ് അവർ ചെയ്യുന്നത്. ഒരു വശത്ത് അവര് ചെഗുവേരയുടെ ടീഷർട്ട് അടിച്ചുകൊണ്ട് കണ്ണൂരില് ഗണേശ വിഗ്രഹവുമായിട്ട് നിമജ്ജന ഘോഷയാത്ര DJയും വെച്ചുകൊണ്ട് പാർട്ടി വിപ്ലവ ഗാനങ്ങളുമായി വെച്ചുകൊണ്ട് നടത്തുന്നു. വേറെ ഏതെങ്കിലും മതത്തിന്റെ ആചാരത്തെ ഇതുപോലെ പൊതുജനത്തിന് ഇവർ അവഹേളിക്കുമോ? ഇവിടെ തൃശ്ശൂർ എത്തുമ്പോഴേക്കും അവർ ഗണേശ വിഗ്രഹത്തെ തച്ചുടയ്ക്കുന്നു. അവർ ഗുരുദേവന്റെ കഴുത്തിൽ കയറിട്ട് ഒടിക്കുന്നു. അതേദിനത്തിന് അപ്പുറത്ത് പോയി പ്രസംഗിക്കുന്നു. എത്ര വിരോധാഭാസമായ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിനവർക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. കാരണം എന്താണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സനാതന ധർമ്മ വിരുദ്ധ പ്രസംഗങ്ങളുടെയും പാർട്ടി ക്ലാസുകളുടെയും പ്രതിഫലനമാണ് ഇന്ന്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ഈ തൃപ്രയാർ സംഭവിച്ചിട്ടുള്ള ഖേദകരമായ സംഭവം. വളരെയധികം നന്ദി ശ്രീ വിപിൻ കുടിയെടുത്ത് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സനാതന ധർമ്മത്തിന് നേരെയുള്ള വളരെ കൃത്യമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ആ സ്വാധീനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് സനാതനധർമ്മത്തെ ഇങ്ങനെ അവഹേളിക്കാൻ CPM മുതിരുന്നത് എന്നാണ് വിപിൻ കുടിയെടുത്ത് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്.